വിലക്കയറ്റം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ടൂള് സപ്ലൈകോ ആണ് സർ. സർ, ഈ സപ്ലൈകോയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് 2000 കോടിയോളം രൂപയാണ്. കേന്ദ്ര സർക്കാരും സമാനമായി 2000 കോടിയോളം. ബഡ്ജറ്റിൽ വകയിരുത്തുന്ന തുകയിൽ തീരെ നൽകാത്തതായിരിക്കുന്ന വളരെ പരിമിതമായി നൽകുന്ന സാഹചര്യമാണ്. എത്ര നൽകാനുണ്ട്, അത് നൽകാനുള്ള നടപടി സ്വീകരിക്കും? യെസ് മിനിസ്റ്റർ. സാർ, സപ്ലൈകോയ്ക്ക് നൽകുന്ന തുകയിൽ വലിയ വർധനമാണ് സാർ വന്നേക്കുന്നത്. അത് വളരെ വിശദമായി അടുത്ത ദിവസം ബഡ്ജറ്റ് കണക്കുകളെല്ലാം വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സമയമെടുത്ത് പറയുന്നില്ല, ചോദ്യത്തിൻ്റെ സമയം അവസാനിക്കുന്നു. വളരെ വലിയ തോതിലാണ് കൊടുക്കാനുള്ള പണത്തിന് സർക്കാർ തന്നെ ഗ്യാരണ്ടി കൊടുത്ത് പണം എടുത്ത് കൊടുത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ആ സപ്ലൈകോയെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് തന്നെ ആ സമീപനം. അതിനെയും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുകയും പണം കൊടുക്കുകയും ചെയ്യും സാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2023 ബഡ്ജറ്റിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ മാറ്റിവെച്ചതായിരിക്കുന്ന തുക 2000 കോടിയോളം രൂപയാണ്. പക്ഷെ അനുവദിച്ചതായി വളരെ ചെറിയതായിരിക്കുന്ന തുകയാണ്. ഈ തുകയിലുള്ളതായിരിക്കുന്ന അന്തരമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട മെമ്പർ തെറ്റിദ്ധാരണ കൊണ്ടാണ് സാർ ആ ചോദ്യം ഉന്നയിക്കുന്നത്. നമ്മുടെ വില നിലവാരം പിടിച്ചു നിർത്തുന്നതിന് സപ്ലൈകോയ്ക്ക് ഒരൊറ്റത്തി മാത്രം കൊടുക്കുന്നതല്ല. നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം നെല്ലെടുക്കുന്നത് സപ്ലൈകോ ഇങ്ങനെ വിവിധ മേഖലയിൽ കൊടുക്കുന്നതാണ്. ആ 2000 കോടി പലപ്പോഴും വെക്കുന്ന അതിനേക്കാളും കൂടുതൽ തന്നെ ചിലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന അരി ഉണ്ടാക്കുന്ന ആന്ധ്രയെക്കാളും വില കുറച്ച് കേരളത്തിൽ പലപ്പോഴും മാർക്കറ്റിൽ അരി കിട്ടുന്നത് സാർ.